പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു ജാമാണ്. സാധാരണ നമ്മൾ ചക്ക കൊണ്ടുള്ള ജാമുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. അതുപോലെയല്ല, നമ്മൾ ശരിക്ക് നമ്മൾ ഈ പീടികയിൽ നിന്ന്, കടകളിൽ നിന്ന്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ജാം തന്നെയാണ്. അതിനേക്കാളും ഇതിലൊക്കെ പ്രിസർവേറ്റീവ് ഉണ്ടാവും, ഈ കുറേ നാൾ സൂക്ഷിക്കാനുള്ള സാധനം ഉണ്ടാവും. പക്ഷേ നമ്മൾ അതൊന്നും ചേർക്കാത്ത ടൈപ്പിൽ നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും എന്നത് മാത്രമല്ല, പക്ഷേ സാധനം സെയിം ആയിരിക്കും. വലിയ ദോഷം ഉണ്ടാവില്ല നമുക്ക്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കാനും നമുക്കറിയാം. ഞാൻ ഈ സാധനം നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫുഡ് പ്രോസസ്സിങ്ങിൽ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്, കേന്ദ്ര ഗവൺമെൻറ് MSME പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. മനസ്സിലായ? വെറുതെ അല്ല, വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ല, വെറുതെ ഞാൻ എൻ്റെ തലവർക്ക് ഇതിട്ടുണ്ടാക്കി കാണിച്ചു തരുന്നതല്ല. ഞാൻ ഇതിൻ്റേതായ ശാസ്ത്രീയമായ രീതിയിൽ കറക്റ്റായിട്ട് ഇതിൽ ഓരോന്ന് ചേർക്കേണ്ട അളവുകളുണ്ട്. അത് കറക്റ്റാണെങ്കിൽ നമുക്കിത് വെറുതെ ജാമ് കിട്ടില്ലോ, അല്ലെങ്കിൽ വെറുതെ ഈ ചക്ക വരട്ടിയ പോലെ കിട്ടില്ലോ, ഒരുവിധം. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ജാമിലേക്ക് പോവാം. ഞാൻ പുറത്താണ് ഉണ്ടാക്കുന്നത്, നല്ല മഴക്കാരുണ്ട്, എന്നാലും പുറത്താണ്. ചിലപ്പോൾ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേശയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ കാർ പോർച്ചിലേക്ക് ഓടേണ്ടി വരും. എന്നാലും നമ്മൾ പുറത്ത് തന്നെ ഉണ്ടാക്കണം. നമ്മൾ ജാം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചക്കച്ചോളി എടുത്ത്, നല്ല വരിക്ക ചക്കരിന് അടിപൊളി ചോളിന് കണ്ട, നല്ല പഴുത്ത സാധനം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇതിൻ്റെ അളവ് ഇപ്പം ഞാൻ പറയുന്നില്ല, അത് പിന്നെ പറയാം. ആദ്യം നമുക്കിതിനെ വേവിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലൊഴിച്ച്, അതെ, ഈ ചക്ക ചുളനെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇടുന്നു കേട്ടോ. നമ്മൾ വേവിക്കുന്നു, നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചു കേട്ടോ. നമുക്ക് നമ്മുടെ ചക്ക നോക്കി വെക്കാം. അതെ, കുഴപ്പമില്ല, എങ്ങനെ വന്നാൽ മതിട്ടാ. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നിങ്ങളിത് കുക്കറിൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് വെന്ത് കിട്ടിയാൽ മതി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെന്ത് കിട്ടിയാൽ മതി. ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുക്കറിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞിട്ട് മിക്സിയിൽ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് നന്നായി മിക്സിയിൽ അരച്ചുകൊണ്ടുവരാം. നമ്മൾ ജാം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മളിത് ചക്കരത് മിക്സിയിലടിച്ച് കൊണ്ടു. ഈ മിക്സിയിലടിച്ചപ്പോൾ ഈ സാധനത്തിൻ്റെ തൂക്കം 800 ഗ്രാമാണ്. പാത്രം നിറഞ്ഞു, കുഴപ്പമില്ല. 800 ഗ്രാമിനെ കണക്കാക്കിയിട്ടാണ് ബാക്കി എല്ലാ സാധനങ്ങളും എടുക്കുക. മനസ്സിലായ? അപ്പോൾ പഞ്ചസാര 800 ഗ്രാമിന് 1.25 കിലോ പഞ്ചസാര വേണം കണ്ട. അതുപോലെ 2 പാത്രത്തിൽ നമ്മൾ വെള്ളം വേണം. 2 അളവിലാണ് വെള്ളം വേണ്ടത്. ഒരെണ്ണം ഇത് 260 മില്ലി വെള്ളം, ഇത് 350 മില്ലി വെള്ളം. സാധാരണ തിളപ്പിച്ച നല്ല വെള്ളം, ഫിൽട്ടർ ചെയ്ത വെള്ളം എടുക്കുകയാണെങ്കിൽ നല്ലത്. ഈ സാധനമാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്ന സാധനം കണ്ടാ. ഇത് ഒരു തരിതരിപ്പായിട്ട് കിട്ടും, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സിട്രിക് ആസിഡ്, നമ്മൾ ആസിഡ് എന്ന് പറയുമ്പോൾ വെള്ളം എന്ന് വിചാരിക്കരുത്. സിട്രിക് ആസിഡ് കണ്ട, ഒരു പഞ്ചസാര പോലുള്ള ഒരു പൊടിയാണ് കേട്ടോ. ഈ സാധനം 10 ഗ്രാം വേണം നമുക്ക്. മനസ്സിലായി? 10 ഗ്രാമാണ് ഈ സിട്രിക് ആസിഡ് വേണ്ടത്. അതായത് 800 ഗ്രാം പൾപ്പിന്, അതായത് ചക്കര പൾപ്പിനാണ് 10 ഗ്രാം സിട്രിക് ആസിഡ് കേട്ടോ. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് പെക്റ്റിൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് കണ്ട. ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഈ ജാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കണ്ട. 120 വില കേട്ടോ. ഇതിന് നമുക്ക് ഈ പെക്റ്റിൻ വേണ്ടത് 12 ഗ്രാമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ പൊടി മനസ്സിലായില്ലേ? ഈ പൊടി. പിന്നെ അല്പം ചൂടുവെള്ളം വേണം, അത് പിന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇനി ജാം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെക്റ്റിൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു കണ്ട. അത് വെറും ഒരു പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 100 ഗ്രാം പഞ്ചസാര ഇടണം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ 350 മില്ലി വെള്ളമല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ 80 ഡിഗ്രിയിൽ ചൂടാക്കണം. 80 ഡിഗ്രി എന്ന് പറഞ്ഞാൽ തിളക്കണതിൻ്റെ തൊട്ട് മുമ്പുള്ളതെന്ന് വിചാരിച്ചാൽ മതിട്ടാ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തീ കത്തിക്കും. ഈ ജാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഘട്ടങ്ങളുണ്ടെന്നുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കേട്ടാ. മനസ്സിലായില്ലേ? ഇതിപ്പോൾ 80 ഡിഗ്രി ചൂടായിട്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഈ പഞ്ചസാരയും പെക്റ്റിനും കലക്കി മിക്സ് ചെയ്തില്ലേ, അത് ഇരിക്കിടാം. എന്നിട്ട് ഇത് ഇളക്കിയിട്ട്
ഇത്തിരി ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചു കൊണ്ടുവരണം ഈ സാധനം. മനസ്സിലായ? ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പെക്റ്റിനില്ലേ ഈ സാധനം മിക്സിയിൽ അടിച്ചു കൊടുന്നു കേട്ടോ. ഒരു കഞ്ഞള്ളത്തിനേക്കാൾ ഒത്തിരി കട്ടി കൂടിയിട്ടുള്ളൊരു സാധനമായിട്ട് മാറും കേട്ടോ. അത് നമ്മുടെ 260 മില്ലി വെള്ളമല്ലേ, അത് നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് അരിക്കാൻ ഒഴിക്കണം. ഇതിലേക്ക് നമ്മുടെ ഈ ചക്കര പൾപ്പ് കണ്ട അതിരിക്കൊണ്ട് ഒഴിക്കണം. നമ്മളിത് ഇളക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിലിപ്പോൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും 800 ഗ്രാം ഈ പൾപ്പില്ലേ, ഈ സാധനം ചക്കര പൾപ്പ്, അത് കണക്കാക്കി തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു 1600 എടുക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇരട്ടി എടുക്കേണ്ടി വരും എന്നർത്ഥം. ഇത് ചെറുതായിട്ട് പറ്റി തുടങ്ങി കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പഞ്ചസാര ഇല്ലേ, 1,250 പഞ്ചസാരയാണ് നമ്മളെടുത്തത്. അതിൽ 100 ഗ്രാം നമ്മൾ പെക്റ്റിനിലേക്ക് മിക്സ് ചെയ്തു. ബാക്കിയുള്ള പഞ്ചസാര ഇല്ലേ 1,150 അല്ലേ, അത് നമുക്ക് ഇതിലിക്കാം. ഇത്രയ്ക്കധികം പഞ്ചസാര കാണുമ്പോൾ പേടിയാ വരുത്തിട്ടാ. ജാമിൽ പഞ്ചസാരയാണ് മെയിനായിട്ടുള്ള സാധനം. അയ്യോ ഇത് തേറ്റിപ്പോയി സ്വല്പം, കുഴപ്പമില്ല അല്ലേ. എൻ്റെ ഇളക്കൽ ഇതിവിടെ തിരി പോയി, കുഴപ്പമില്ല. ജാമിൽ പഞ്ചസാരയാണ് കേട്ടോ കൂടുതൽ. ഇപ്പം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ലേ, ഇതിൻ്റെ ഈ പെക്റ്റിൻ എന്ന് പറഞ്ഞ സാധനം, ആ സാധനം നമ്മൾ മിക്സിയിൽ അടിച്ചു കൊണ്ടില്ലേ, അത് ചേർക്കണതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ 65% ഈ സാധനം ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 64% കട്ട് ചെയ്യണം. ആ സാധനം നോക്കാനുള്ള മെഷീനും സാധനങ്ങളും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഒരു കണക്കാക്കിയിട്ട് ചേർക്കാണ് ചെയ്യുക. 64% കട്ടി. ഇപ്പോൾ 100% കട്ടി എന്ന് പറയില്ലേ, നമുക്ക് 64% കട്ട് ചെയ്യുമ്പോൾ 64 അപ്പോൾ ഒരു 65% കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചേർക്കും. അതുവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മെല്ലെ മെല്ലെ കട്ട് ചെയ്ത് വരും. ഒരു ചെറുതായിട്ട് ഉറപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ യന്ത്രത്തിലാണ് ചെയ്യുക, നമ്മൾ ഇവിടെ ചെയ്യുന്നു. നമുക്ക് വീട്ടിൽ ജാം ഉണ്ടാക്കണ്ടേ. ഭയങ്കര മഴ പെയ്തപ്പോൾ ഞാൻ എൻ്റെ മേശയും എല്ലാ സാധനങ്ങളും കൊണ്ട് ഓടി, കാർപ്പുറത്തിലേക്ക് ഓടി വന്നു. ജാതിയലൊക്കെ മഴ അല്ല, മഴയുടെ ശബ്ദം കേൾക്കണില്ലേ? മഴ ഒന്ന് കുറഞ്ഞു. നമ്മളൊരു നിമിഷം നേരം ചിറ്റിക്കാനായിട്ട് വേണ്ട ഒക്കെ എടുത്തിട്ട് ഓർഡർ വന്നു. അല്ല ഇപ്പം ഇത് നന്നായി. അവസാന ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ നട്ടം തിരിഞ്ഞാണ് പെട്ടെന്ന്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ചിലവുകൾ പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ കാശിൻ്റെ പിശുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയില്ല കേട്ടാ. അത് മെയിനായിട്ട് എന്തിനാണെന്നറിയോ? നമുക്കിത് ഉണ്ടാക്കുമ്പോൾ എന്തോരം ചിലവ് വരുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കുപ്പി ജാമ് വാങ്ങിക്കുമ്പോൾ അത് അതിന് വില എത്രയെന്ന്, അതിന് ഒരു 100 വരെ ജാമ് വാങ്ങിക്കുമ്പോൾ എന്തോരം ഉണ്ടാകും നമുക്കറിയാലോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇതിലത്തെ കുഴപ്പമെന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമാണ് കുഴപ്പക്കാരൻ. പിന്നെ വേറെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത്ര വലിയ കുഴപ്പമുള്ളതല്ല. നമ്മൾ വീട്ടിലുള്ള ചക്കിന് അങ്ങനെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. വിഷമില്ലാത്ത സാധനമാണ്. പഞ്ചസാര ഇത്തിരി വിഷമാട്ടാ, അതറിയാലോ. അപ്പം നമുക്ക് എന്തോരം ചിലവുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. അത്രയ്ക്കുള്ള സാധനമുള്ളൂ. അത് പീടിയെന്ന് വാങ്ങിക്കണ്ട, പേടിയേക്കാരെ ക്ഷമിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒരു 10-20 മിനിറ്റായിട്ട് ഈ സാധനം അടുപ്പത്ത് വെച്ചിട്ടാ കുറച്ചധികം സമയം പിടിക്കിട്ടാ. ലാമ് കിടന്ന ചക്കനെ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നില്ലേ, മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളല്ലേ. ഈ സാധനം ഈ പെക്റ്റി എന്ന് പറയുന്ന സാധനം വാങ്ങിക്കേണ്ട സ്ഥലങ്ങൾ അറിയാലോ. സൂപ്പർ മാർക്കറ്റുകളിൽ ഇട്ടിട്ട് വാങ്ങിക്കാനായിട്ട് ഈ മറ്റേ ജാം ഉണ്ടാക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ അറിയാം. ഇതിൻ്റെ വില 120 രൂപയാണ്. ഇത് അധികമൊന്നും ഇല്ല. ഇത് ഇത്രയ്ക്ക് നമ്മളെടുത്തു 10 ഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇത്രയ്ക്ക് എടുത്തു. അപ്പോൾ ഒരു 20 ഗ്രാം അങ്ങനെ ഉണ്ടാവുള്ള, 20 അല്ലെങ്കിൽ 25 ഗ്രാം. ഇത് കാണാനിരുന്ന കണ്ടോ. നമ്മളത് ഒരു ലെവലായി ഇത്രയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഈ പെക്ടി എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇത് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് കണ്ട. അത് ഇതിരിക്കാണ്ട് ഒഴിക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയും ഇളക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഈ ചക്കടപ്പത്ത് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ആവാറായിട്ടാ. കുറച്ച് നേരം കൂടി വേണ്ടി വരും. ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ 50 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് സാധനം ചക്കടപ്പത്ത് വെച്ചിട്ട് 50 മിനിറ്റ് കഴിഞ്ഞു. 1 മണിക്കൂർ എങ്ങനെയും വേണ്ടി വരും. നമ്മൾ ഈ സിട്രിക് ആസിഡില്ലേ, ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം ഒഴിക്കുക, ഇളക്കുക. സിട്രിക് ആസിഡിൻ്റെ പൊടിന് കേട്ടാ. ആളുകൾ വിചാരിക്കും ആസിഡ് ഇതെന്താ എങ്ങനെയാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കണ്ട, ഇതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടാ. നന്നായി ഇളക്കിയിട്ട് നമ്മൾ അതിൽ ചേർക്കാൻ പോവാണ്. മുണ്ടലക്കണ്ട അവിടെ, അതിൻ്റെ ശബ്ദമാണ് കേൾക്കണത് കേട്ടാ. കണ്ടത് അതിലേക്ക് അലിഞ്ഞു. നമ്മളത് ഇതിൻ്റെ കട്ടി ആയി തുടങ്ങി കേട്ടാ. ജാമിൻ്റെ അതേ കട്ടി ആയി തുടങ്ങി. നമ്മൾ ഇതിലേക്ക് ഈ സിട്രിക് ആസിഡിൻ്റെ ചേർക്കണം കേട്ടാ. ഈ പുളി വന്നാലാണ് അവൻ ശരിക്ക് അരിക്കേണ്ട എത്തുള്ളൂ, ജാമിൻ്റെ ആ അതിരിക്കേണ്ട എത്തുള്ളൂ കേട്ടാ. ഇനി ഇളക്കാം. അപ്പം നമ്മൾ കറക്റ്റ് 1 മണിക്കൂറാവാൻ 2 മിനിറ്റ് കൂടി ഉണ്ട് ഈ സാധനം അടുപ്പത്ത് വെച്ചിട്ട് കേട്ടാ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ഇറക്കും. ജാമിൻ്റെ അതേ കട്ടിയിൽ തന്നെ ആവരുത് കേട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി കട്ടിയാവും. അപ്പോൾ ഇരുന്ന് കട്ടിയാവും. അതന്നെ പറയാനുള്ളത്. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടാ. മനസ്സിലായില്ലേ? തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് ആക്കാൻ പോകണം കേട്ടാ. എന്നിട്ട് കാണിച്ചു തരണ്ടേ നിനക്ക് ജാമ അതിൻ്റെ ഒന്ന്. നമ്മളിത് ഇതിലേക്ക് ഒഴിക്കാൻ പോകണം. ഈ സാധനം ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ജാമായിട്ടാ. നമ്മുടെ ജാം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടാ. ഈ നമ്മൾ വാങ്ങിച്ച ജാമുണ്ട്. ഈ സാധനത്തിന് ഇത്തിരി കളറ് ഐറ്റംസിലുണ്ടാവും. കളറ് നമ്മൾ കളറൊന്നും ചേർക്കണില്ല. ഈ സാധനം ബ്രെഡിൽ ഇത് നമ്മൾ തേക്കുന്നു കണ്ടാ. ഈ സാധനം ഇത് വാങ്ങിച്ച ജാമാണ് കേട്ടാ. ഇത് നമ്മൾ തേച്ചിട്ട് നോക്കിയാ കഴിക്കുന്നു. ഇതേപോലെ തന്നെ നോക്കിയേ. നമ്മൾ നമ്മുടെ ജാം എടുത്തു. കണ്ടമാനം ജാമുണ്ട്. ഇതേ ഇത് നമ്മൾ ഇതിൽ തേക്കുന്നു കണ്ട. ബ്രെഡ് ഇത്തിരി മോശമാണ്, ബ്രെഡ് പൊട്ടി പോണു. എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാമിന് കളർ ഇത്തിരി കുറവായിരിക്കുന്നത് മാത്രമല്ലോ, കളറ് പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും തന്നെയില്ല. അതെ ഞാൻ തിന്നണു. ചക്കര ഒരു ചെറിയ മണം ഉണ്ടാവുന്നു മാത്രം, വേറെ ഒരു കുഴപ്പമില്ല കേട്ടാ. അപ്പോൾ അത് കണ്ടമാനം ജാമുണ്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ, കണ്ടമാനുണ്ട്. ഇത് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല. കാരണം ഇഷ്ടം പോലെ ജാം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ, 1.25 കിലോ പഞ്ചസാര നമ്മളിൽ ചേർത്ത് പോകുന്നത്. ഈ ജാം കുറച്ച് നമ്മൾ എടുത്ത് വയ്ക്കും, ബാക്കിയുള്ളൊക്കെ ചേട്ടന്മാരവിടെ കൊടുക്കും. ഇതിൽ സോഡിയം ശരിക്കും പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞ് സോഡിയം പെൻസൈനേറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ ചേർക്കുന്ന സംഗതികളൊക്കെ ഉണ്ട്. അത് നമുക്കില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജാം ഉണ്ടാക്കാൻ, ജാം വാങ്ങിക്കുന്നവരാണെങ്കിൽ ജാം ഉണ്ടാക്കുക. ചക്കിനാവുന്ന സമയത്ത് ചക്ക, പപ്പകായിൻ്റെ ആവുന്ന സമയത്ത് പപ്പകായ, അങ്ങനെ പല പല നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കാം. മാങ്ങേൻ്റെ ആവുന്ന ടൈമിൽ മാങ്ങാര, അങ്ങനെ ഓരോ സാധനങ്ങൾ. ചിലതിനൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് ഉള്ള കേട്ടാ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചക്ക കിട്ടിയപ്പോൾ ചക്ക ഉണ്ടാക്കിയത് മാത്രം, വേറെ ഒന്നുമില്ല. എല്ലാവർക്കുള്ള കഷ്ണങ്ങൾ ഇതൊക്കെ ഓരോരുത്തർ കൊടുക്കാനുള്ള ചക്ക ജാം കഷ്ണങ്ങളാക്കി. ഇത് ചേട്ടന്മാരെ വീട്ടിലേക്ക് ഓരോ
ചേട്ടന്മാരെയും അനിയൻ്റെ വീട്ടിലേക്ക് ഓരോ കഷ്ണങ്ങൾ കൊടുക്കട്ടെ കേട്ടാ കൊണ്ടുപോയിട്ട്. നമുക്ക് മാത്രമായിട്ട് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, പോയിട്ട് വരാം.